ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രോത്ത് ട്രാപ്പിനെ പറ്റിയിട്ടാണ്. എന്താണ് ഗ്രോത്ത് ട്രാപ്പ്? എങ്ങനെയാണ് ഒരു രാജ്യം ഗ്രോത്ത് ട്രാപ്പിൽ പെട്ടുപോകുന്നത്? അല്ലെങ്കിൽ നാളെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടുപോകാനുള്ള ചാൻസസ് എത്രമാത്രമാണ്? അങ്ങനെ എങ്ങാനും പെട്ടുപോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എങ്ങനെ ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് ആ സമയത്ത് എടുക്കേണ്ടി വരുന്നത്? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് ഗ്രോത്ത് ട്രാപ്പ് എന്ന് നോക്കാം. നമുക്കിപ്പോൾ 2-3 എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് S&P 500 ആണ്. S&P 500 നിങ്ങൾ ചാർട്ട് നോക്കാൻ നേരത്ത്, അതിൻ്റെ ഹിസ്റ്റോറിക്കലുള്ള ചാർട്ട് നോക്കാൻ നേരത്ത് 1929 മുതൽ നമ്മുടെ ചാർട്ടിൻ്റെ അകത്ത് വരാൻ നേരത്ത് 1 സെക്കൻഡ് 1929 മുതലുള്ള ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഏകദേശം 25 വർഷം നീണ്ട ഒരു സൈഡ് വേസ് ട്രെൻഡ് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് 1929 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്രഷൻ US-ൻ്റെ അകത്ത് നടക്കുന്നു. ആ സമയത്ത് അവിടുത്തെ ഇൻഡെക്സ് ഏകദേശം 80-88% ഇടിയുന്നു, അല്ലെങ്കിൽ ഒരു 90% അടുപ്പിച്ച് ഇൻഡെക്സ് ഇടിയുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക സ്റ്റോക്കുകൾ എത്രമാത്രം ഇടിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ ഹൈ 1929 ഉണ്ടാക്കിയ ഹൈ കട്ട് ചെയ്ത് കയറിപ്പോകുന്നത് ഏകദേശം 25 വർഷം കഴിഞ്ഞ് 1954 നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്രയും നാൾ നമ്മുടെ ഇൻഡെക്സ് ഒരു രീതിയിലുള്ള റിട്ടേൺസും തന്നിട്ടില്ല. ഇനി ഇതേ കണക്കിന് നമുക്കൊരു സിനാരിയോ 2000 കാണാൻ പറ്റും. 2000 ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ കട്ട് ചെയ്ത് മേളിലോട്ട് കയറിപ്പോയേക്കുന്നത് S&P 500 ഏകദേശം 2013 അപ്പോൾ 13 വർഷത്തെ ഒരു സൈഡ് വേസ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ ഗ്രോത്ത് ട്രാപ്പായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി ഇതല്ലാതെ നമുക്ക് നാസ്ഡാക്കിൻ്റെ ഒരു എക്സാമ്പിളിലോട്ട് വരികയാണെങ്കിൽ നാസ്ഡാക്ക് 2000 ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ 1999 ലാസ്റ്റ് 2000 ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ തിരിച്ച് കട്ട് ചെയ്ത് കയറിപ്പോകുന്നത് ഏകദേശം 2016 16 വർഷം നീണ്ട സൈഡ് വേസ് ട്രെൻഡ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല രാജ്യങ്ങളും ഗ്രോത്ത് ട്രാപ്പിൽ പെട്ടുപോകാറുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള റീസെൻ്റ്ലി നടന്നൊരു സംഭവമാണ് നമ്മുടെ ജപ്പാൻ്റെ ഇൻഡെക്സ് ആണെങ്കിൽ ഏകദേശം 34 വർഷത്തെ ഒരു ഹൈ കട്ട് ചെയ്ത് മേളിലോട്ട് കയറിപ്പോയത് ഇപ്പോഴാണ്. 33 വർഷത്തെ ഹൈ ആണ് ആക്ച്വലി ഇവിടെ കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1990 ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ ആണ് ഈ റീസെൻ്റ് ആയിട്ട് ജപ്പാൻ്റെ അകത്ത് ആ ഒരു ഹൈ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതേ കണക്കിന് നമ്മൾ ചൈന മാർക്കറ്റിലോട്ട് വരികയാണെങ്കിൽ ചൈനയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും ഏകദേശം 2007 ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ അവിടെ ഇതുവരെയും കട്ട് ചെയ്തിട്ടില്ല. ഇത് SSC കോമ്പോസിറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ചൈനീസ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ പല സമയത്തും പല രാജ്യങ്ങളും ഗ്രോത്ത് ട്രാപ്പിൽ പെട്ടുപോകാറുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. എനിവേ, അതിൻ്റെ ഒരു മുമ്പിൽ ഒരു എക്സാമ്പിളോടെ കാണിക്കാം. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തന്നെ ഒരു എക്സാമ്പിളോടെ കാണിക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ 2007 ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ മാർക്കറ്റ് കട്ട് ചെയ്ത് മേലിലോട്ട് പോയതെന്ന് പറഞ്ഞാൽ 2014 അവിടെ നമുക്കൊരു 6 വർഷത്തെ അല്ലെങ്കിൽ ഒരു 7 വർഷത്തെ അടുപ്പിച്ചൊരു ഒരു സൈഡ് വേസ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മുടെ ഇൻഡെക്സ് പല സമയത്തും സൈഡ് വേസിലോ അല്ലെങ്കിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫോളിലോ ഒക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ലോങ് ടൈമിൽ നിങ്ങൾ നല്ല സ്റ്റോക്ക് എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ലോങ് ടൈമിൽ നിങ്ങൾ ഇൻഡെക്സിൻ്റെ അകത്ത് SIP ചെയ്താൽ മതി, ഒരു രീതിയിലുള്ള റിസ്ക് ഇല്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുകയാണെങ്കിൽ ചില സമയത്ത് നമ്മൾ രാജ്യം ഇതുപോലെ ഗ്രോത്ത് ട്രാപ്പിൽ പെട്ടുപോവുകയാണെങ്കിൽ 10, 20, 30 വർഷം നമുക്ക് ഒരു രീതിയിലുള്ള റിട്ടേൺസും ഇല്ലാതെ നമ്മൾ പെട്ടുപോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണ്. ഇനി അതല്ല നമ്മളൊരു ബ്ലൂ ചിപ്പ് സ്റ്റോക്കിൽ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് ഒരു റിസ്ക്കും ഇല്ല, നിങ്ങൾ കണ്ണുടച്ച് മേടിച്ചോ ഇന്ന സ്റ്റോക്ക് മേടിച്ചോ ലോങ് ടൈമിൽ നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്തും ബ്ലൂ ചിപ്പ് സ്റ്റോക്കാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഓബിയസ്ലി അത് ഇൻഡെക്സിൻ്റെ ഭാഗമായിരിക്കും. ഇൻഡെക്സ് പെർഫോം ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്റ്റോക്കുകൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് ലോങ് ടൈമിൽ പെർഫോം ചെയ്യണോ എന്നുള്ളതിന് ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അത് നമുക്ക് ഹിസ്റ്റോറിക്കലി ഇന്ത്യൻ മാർക്കറ്റ് ആയാലും മറ്റ് പല മാർക്കറ്റുകളുടെ എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ ഇതെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ അകത്തൊക്കെ ഈ രീതിയിൽ ഇൻഡെക്സ് സൈഡ് വേസ് പോകുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ അകത്ത് വേറെ സ്റ്റോക്കുകളൊന്നും പെർഫോം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം തന്നെ, അല്ലെങ്കിൽ മാർക്കറ്റ് സൈഡ് വേസ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാം തന്നെ മാർക്കറ്റിന് അതിൻ്റേതായിട്ടുള്ള സൈക്കിളുകളുണ്ട്. ബുൾ സൈക്കിളുകളും അതേ കണക്ക് തന്നെ ബെയർ സൈക്കിളുകളും സൈഡ് വേസ് സൈക്കിളുകളും മാർക്കറ്റിൻ്റെ ഇതിൻ്റെ അകത്തൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇൻഡെക്സ് മാത്രം പെർഫോം ചെയ്യത്തില്ല. ഓരോ സമയത്തും ഓരോ ബുൾ സൈക്കിളിലും വേറെ വേറെ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ ലെവലിലോട്ട് വളരാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ അത്ര വലിയ ലാർജ് ക്യാപ്പ് അല്ലാത്ത ടൈപ്പ് സ്റ്റോക്കുകൾ
സ്റ്റോക്കുകളുടെ അകത്തൊക്കെ പല ടൈപ്പിലുള്ള ബുൾ റണ്ണുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ലോങ് ടൈം എന്നും പറഞ്ഞുകൊണ്ട് 10 വർഷത്തേക്ക് ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് കണ്ണു അടച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ സ്റ്റോക്കുകൾ അതിൻ്റെ ബുൾ സൈക്കിൾ നടക്കാൻ നേരത്തെ മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ബുൾ സൈക്കിൾ അത് ചെറിയ രീതിയിലുള്ള റിട്ടേൺസ് നടക്കും. അതും ഇൻഡെക്സ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇൻഡെക്സ് പെർഫോം ചെയ്യാതെ ഇൻഡെക്സ് ഇതേ കണക്ക് ഗ്രോത്ത് ട്രാപ്പിലൊക്കെ പെട്ടുപോകുന്ന വർഷങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ ഹോൾഡ് ചെയ്തേക്കുന്ന വളരെ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തേക്കുന്ന ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ നോർമലി അങ്ങനെ പെർഫോം ചെയ്യാറില്ല. അപ്പോൾ ആക്ച്വലി നമുക്ക് എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഒരു രാജ്യം ഗ്രോത്ത് ട്രാപ്പിൽ പെട്ടുപോവുകയാണോ ഇല്ലയോ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഈ സംഭവിച്ചേക്കുന്ന 2007 ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈക്കിനെ പറ്റിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. ആ സമയത്ത് എന്തൊക്കെയാണ് മാർക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സിനാരിയോസ്? ഒന്നെന്ന് പറയുന്നത് വളരെയധികം വലിയ ഡെപ്റ്റ് ഉണ്ടായിരുന്നു. കമ്പനികളിലായാലും രാജ്യങ്ങൾക്കായാലും എല്ലാം തന്നെ വളരെയധികം വലിയൊരു കടം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ആ സമയത്ത് ഹെവി ആയിട്ടുള്ള യൂഫോറിയ ആയിരുന്നു. ഓൾ ഓവർ ദ വേൾഡ് ഹെവി ആയിട്ടുള്ള യൂഫോറിയ ഉണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളിലെല്ലാം തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ലെവലായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം ആർ പവറിൻ്റെയൊക്കെ ഒരു IPO ഒക്കെ ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു മിനിറ്റിൻ്റെ അകത്ത് എന്തോ അന്ന് അത് ഫുള്ളി സബ്സ്ക്രൈബായി. ഇത്ര കണ്ട് ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്താണെന്ന് അത് ഓർക്കണം. അപ്പോൾ അതേ കണക്കുള്ള ഹെവി ആയിട്ട് റീറ്റെയിൽ യൂഫോറിയ നിൽക്കുന്ന ഒരു സമയമായിരിക്കണം. അതേ കണക്ക് തന്നെ നമ്മുടെ മാർക്കറ്റിന് ഇൻഡെക്സിന് മൊത്തത്തിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള വാല്യൂഷൻ റേഞ്ചിലായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതിന് ശേഷം അതായത് ഗ്രോത്ത് ട്രാപ്പിൽ ഒരിക്കൽ പെട്ടു, അതിനുശേഷം രാജ്യത്തിലൊരു ബെയർ മാർക്കറ്റ് വന്നു. ബെയർ മാർക്കറ്റിന് ശേഷം പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഈ വാല്യൂഷന് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലൊന്നും കമ്പനികൾക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. മാത്രമല്ല രാജ്യത്ത് വളരെ ഹൈ ആയിട്ടുള്ള ഇൻഫ്ലേഷണറി സിനാരിയോസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു രാജ്യത്തിനെയും അതേ കണക്ക് തന്നെ കമ്പനികളെയും ഗ്രോത്ത് ട്രാപ്പിൽ എന്താ പറയുക അതിൻ്റെ അകത്ത് പെടുത്താനുള്ള ഏറ്റവും വലിയ റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കറണ്ട് സിനാരിയോ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഇപ്പോഴും എന്താ പറയുക വാല്യൂഷൻ എന്ന് പറയുന്നത് അത്ര കണ്ടൊരു ഹെവി ആയിട്ടുള്ള വാല്യൂഷനോട്ട് എത്തിയിട്ടില്ല. സ്റ്റോക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ചില പർട്ടിക്കുലർ കൗണ്ടേഴ്സിലുള്ള സ്റ്റോക്കുകളിൽ മാത്രമാണ് ഹെവി ആയിട്ടുള്ള റണ്ണപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ എല്ലാ സ്റ്റോക്കുകളിലും ഒരു റണ്ണപ്പ് കണ്ടുകൊണ്ടിരിക്കുന്നില്ല. എല്ലാ സ്റ്റോക്കുകളിലും റണ്ണപ്പ് നടക്കുന്ന സമയത്താണ് കൂടുതലും ഇതേ കണക്കുള്ളൊരു ഗ്രോത്ത് ട്രാപ്പിലോട്ട് രാജ്യം പോകുന്നത്. ഇപ്പോൾ ആ രീതിയിലുള്ളൊരു സെറ്റപ്പ് നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി ഒരു ബെയർ മാർക്കറ്റിലോട്ട് കടന്നു കഴിഞ്ഞാലും ബെയർ മാർക്കറ്റിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മളെ ഓൾ ടൈം ഹൈസ് ഉടനെ തന്നെ കട്ട് ചെയ്യുക. അതായത് 1-2 വർഷത്തിൻ്റെ അകത്ത് നമ്മൾ ഓൾ ടൈം ഹൈസ് ഉടനെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ മേളിലോട്ട് തിരിച്ച് കയറി പോകുന്നതായിരിക്കും. അതായിരിക്കും നോർമലി നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനാരി വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് വളരെയധികം ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ അങ്ങ് കൂടിയിട്ട് നമ്മുടെ രാജ്യം ഒരു രീതിയിലുള്ള ഗ്രോത്ത് കോൺട്രിബ്യൂഷനൊന്നും നടത്താത്ത ഒരു ഒരവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മളൊരു ഗ്രോത്ത് ട്രാപ്പിലോട്ട് ചെന്നെത്തിക്കാവുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാക്ക് ഓഫ് ഇന്നോവേഷനാണ്. നമ്മുടെ രാജ്യത്ത് ഒരു രീതിയിലുള്ള ഇന്നോവേഷനും കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെന്നല്ല ഗ്ലോബലി തന്നെ നോക്കാൻ നേരത്ത് ഇന്നോവേഷൻസിൻ്റെ എന്താ പറയുക ഒരു പേസ് എന്ന് പറയുന്നത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് ആണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് സംഭവിച്ചതിൽ ഏറ്റവും വലിയൊരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതിന് ശേഷമുള്ള ഇന്നോവേഷൻസ് ഒക്കെ തന്നെ ഇതേ കണക്ക് ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള എന്ത് ഇന്നോവേഷനാണ് നടന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇന്നോവേഷൻസ് എപ്പോഴും ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ രാജ്യങ്ങൾ ഗ്രോത്ത് ട്രാപ്പിൽ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ US കാര്യം പറയാൻ നേരത്ത് US ഈ രീതിയിൽ വളരെ കടം കാര്യങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നപ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇന്നോവേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കാരണം ആ രാജ്യം പിന്നെ സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്ര കണ്ട് ഒരു ഇന്നോവേഷൻ ആണോ, അത്ര കണ്ട് വലിയൊരു ഇന്നോവേഷൻ ആണോ ഇല്ലേ എന്നൊക്കെ ഇപ്പോഴും സ്റ്റിൽ ചർച്ചയിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയൊന്നുമില്ല. ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തെ അതെങ്ങനെ മാറ്റിമറിക്കുമോ എന്നുള്ളതിൻ്റെ ഒരുപാട് ചർച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ രീതിയിലുള്ള ഒരു ഇന്നോവേഷൻ വരുമ്പോഴത്തേക്കും ഒരുപാട് തൊഴിലില്ലായ്മ കാര്യങ്ങളൊക്കെ വരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് വന്ന സമയത്തും ഒരുപാട് തൊഴിലില്ലായ്മയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അതിനുശേഷം ആൾക്കാരൊക്കെ പുതുതായിട്ട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ പുതുതായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് ആ ഒരു ട്രാൻസിഷൻ ഫേസിനെ എങ്ങനെ അതിജീവിച്ചോ അതേ കണക്ക് തന്നെ ഇപ്പോൾ ഈ AI റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഈ ഒരു എന്താ പറയുക റവല്യൂഷനെ നമ്മുടെ മനുഷ്യജനത അതിജീവിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യങ്ങൾ മുന്നോട്ട് വളരത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലോകം തന്നെ മൊത്തത്തിൽ മുന്നോട്ട് വളരുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇന്ത്യയുടെ അവസ്ഥ എവിടെയാണെന്ന് നോക്കണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ കറണ്ട് സിറ്റുവേഷൻ എവിടെയാണെന്ന് നോക്കണം. നമ്മുടെ ഇവിടെ ആ രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഇന്നോവേഷൻസ് ഹെവി ആയിട്ടുള്ള ഇന്നോവേഷൻസ് കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ അതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മുടെ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. അത് നമ്മുടെ സൊസൈറ്റി കൂടെ തന്നെയാണ് അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ
ആൾക്കാർ എന്തെങ്കിലും ഒരു പുതുതായിട്ട് ഒരു കാര്യം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും നമ്മുടെ സൊസൈറ്റി അനുവദിക്കുന്നില്ല. എല്ലാവരും ഒരു എന്താ പറയുക, ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ജോലിയിലോട്ട് ഒതുങ്ങി കൂടാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ആ രീതിയിലാണ് നമ്മളെ വാർത്ത് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് പഠിക്കുക, അതിനുശേഷം ജോലി ചെയ്യുക. അതല്ലാതെ ഒരു ഇന്നോവേഷൻ നടത്തണം, ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മളൊരു പുതുതായിട്ട് ഒരു കാര്യം കണ്ടുപിടിച്ച് ലോകത്തെ മൊത്തം മാറ്റിമറിക്കണം, ഈ രീതിയിലൊക്കെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കില്ല. നമുക്കതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു എന്താ പറയുക, ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ കൂടെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. നിനക്ക് വല്ല ജോലിക്കും പോയിക്കൂടെ എന്നുള്ള രീതിയിൽ അയാളെ കൂടെ നമ്മൾ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ആക്ച്വലി നമ്മളെ സൊസൈറ്റിയും എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ കാരണം. ഈ രീതിയിൽ നമ്മളൊരു ഇന്നോവേഷന് അത്രാണ്ട് ഫോക്കസ് കൊടുക്കാത്ത ഒരു രാജ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ വാല്യുവേഷൻ വളരെ ഹൈ ആയിട്ട് വരികയും അതേ കണക്കിന് ഗ്രോത്ത് സ്ലോ ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒബിയസ്ലി നമ്മൾ ഈ ഒരു ഇന്നോവേഷനും കൂടെ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ രാജ്യം ഒരു ഗ്രോത്ത് ട്രാപ്പിലോട്ട് പെട്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സിൻ്റെ അകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ജസ്റ്റ് ഒന്ന് കോഷ്യസ് ആയിട്ട് ചെയ്യുക. വളരെ ഹൈ വാല്യൂഷൻസിലോട്ട് പോയിട്ട് ഇൻഡെക്സിൻ്റെ അകത്ത് ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. ഇൻഡെക്സ് ലോവർ ലെവൽസിൽ നിൽക്കുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇൻഡെക്സിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടത്. ലോവർ ലെവൽസിൽ നിൽക്കുമ്പോഴത്തേക്കും ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു മാർജിൻ ഓഫ് സേഫ്റ്റി എങ്കിലും ഉണ്ട്. അവിടെ നിന്ന് ഇനി ഒരുപാട് താഴോട്ട് ഇടിയാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള സമയത്തായിരിക്കണം നമ്മൾ നോർമലി ഇൻഡെക്സിൻ്റെ അകത്ത് ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ബ്ലൂ ചിപ്പിൻ്റെ അകത്ത് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ എടുക്കാൻ നേരത്ത് കണ്ണു അടച്ചിട്ട് ഇത് ബ്ലൂ ചിപ്പാണ്, ഇത് നല്ലതാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്തോട്ട് പൊസിഷൻസ് ഒരു കാരണവശാലും ബിൽഡ് ചെയ്യരുത്. അതിൻ്റെ അകത്ത് ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാവും. അതല്ലാതെ ബ്ലൂ ചിപ്പ് ആണതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള അഡ്വാൻറ്റേജും തന്നെ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പരിഗണനയും തന്നെ മാർക്കറ്റ് കൊടുക്കുന്നതല്ല. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ബെറ്റർ പൊസിഷൻസ് ബിൽഡ് ചെയ്യാതിരിക്കുക. പിന്നെ മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓരോ സൈക്കിളിലും ഓരോ ടൈപ്പിലുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഓരോ സെക്ടർ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ആ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ ആ സെക്ടറിൻ്റെ ടോപ്പിൽ പോയിട്ട് പൊസിഷൻ എടുത്തിട്ട് അടുത്ത ബുൾ റൺ വരുമ്പോഴത്തേക്കും അത് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഓരോ സെക്ടറിലും അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ ബുൾ സൈക്കിളിലും ഏത് സെക്ടറാണോ പെർഫോം ചെയ്യുന്നത് അതിൻ്റെ അകത്ത് മാത്രം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെയധികം ഡിസ്ട്രപ്ഷൻ ലോ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം. ലോങ് ടൈമിൽ നമ്മൾ നോക്കാൻ നേരത്തെ, ലോങ് ടൈം എന്ന് പറഞ്ഞാൽ 10, 20, 30 വർഷത്തെ ലോങ് ടൈമിൽ നമ്മൾ നോക്കിയാൽ ആ ബിസിനസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലായിരിക്കണം. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ സമയത്തും ഒരേ കണക്ക് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ ബിസിനസ്സുകൾ ഹോൾഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെ എന്താണ്, സസ്റ്റൈനബിലിറ്റി വളരെ ഹൈ ആയിരിക്കണം. ഗ്രോത്ത് എല്ലാ സമയത്തും ഒരേപോലെ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ കുറച്ച് മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 1-2 വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള കുറച്ച് മറുപടി ഉള്ളോട് പറയണമെന്നുണ്ട്. നമുക്ക് അതിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ PSU സ്റ്റോക്കുകളെ പറ്റിയിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ഓർഡർ ബുക്കിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. അതായത് ഓർഡർ ബുക്കിൻ്റെ ഗ്രോത്തിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടില്ലായിരുന്നു. പ്രോഫിറ്റ് ബുക്കിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഗ്രോത്തിനെ പറ്റിയിട്ട് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇത് പറഞ്ഞ ഞാനൊരു വണ്ടനാണ്, പ്രോഫിറ്റിൽ ഗ്രോത്ത് അല്ല നോക്കേണ്ടത്, ഇതൊക്കെ ഓർഡർ ബുക്ക് കാരണമാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള നല്ലൊരു മറുപടി തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഇന്നലെ നമ്മൾ സംസാരിച്ച തന്നെ BHEL എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ 2015 ആനുവൽ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് കമ്പനിയുടെ ഓർഡർ ബുക്ക് നിങ്ങൾ നോക്കുക. 2013-14 കാലഘട്ടത്തിൽ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് 1,15,000 കോടിയുടെ ഓർഡർ ബുക്ക് കമ്പനിയിൽ ടോട്ടൽ ഉണ്ടായിരുന്നു. ഇനി 2014-15 കാലഘട്ടം എത്തിയപ്പോഴത്തേക്കും 1,100,000 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ടായിരുന്നു. ഇനി 2015-16 കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1,10,730 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ തൊട്ടാണ് നോക്കുന്നത്? 2014 തൊട്ടാണ് നോക്കുന്നത്. ഓർഡർ ബുക്കിൻ്റെ ഗ്രോത്ത് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണിത്. അതിനുശേഷം നമുക്ക് 2016-17 കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 1,05,200 കോടിയുടെ ഓർഡർ ബുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഷെയർ പ്രൈസ് നോക്കാം. അത് 2014 മുതൽ 2010 എത്ര വരെ നോക്കിയാൽ 16-17 വരെയുള്ള നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതേ കണക്കിന് നിങ്ങൾ തന്നെ വേണമെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ 2014 ഷെയർ പ്രൈസ് നിന്നത് ഏകദേശം 200 രൂപ അടുപ്പിച്ചാണ് ഷെയർ പ്രൈസ് നിന്നത്. ഇപ്പോൾ അതിനുശേഷം 2016-17 വരെയാണ് നോക്കിയത്. 17 നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഷെയർ പ്രൈസ് നിൽക്കുന്നത് 122 അതിനുശേഷം നിങ്ങൾ ഓർഡർ ബുക്ക് വെച്ചൊക്കെ അതിൻ്റെ അകത്ത് അപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 2019, ഞാൻ 19 പറയുന്നതിൻ്റെ കാരണം 20 പറയുകയാണെങ്കിൽ ഇത് കൊറോണ ക്രാഷിൽ ഉണ്ടാക്കിയിരിക്കുന്ന ലോ ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറോണ ക്രാഷിന് മുമ്പായിട്ട് 2019 ഡിസംബറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 19 നവംബറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന സ്റ്റോക്ക് പ്രൈസ് ഏകദേശം 50 രൂപ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന 1,00,000 കോടിയുടെ ഓർഡർ ബുക്ക് കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് കമ്പനി
രൂപ ലെവലിൽ നിന്ന് ഏകദേശം 50 രൂപ ലെവലിലോട്ട് വരെ ഇടിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ ബുക്ക് കൊണ്ടുവരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി ഇതാണ്. ഓർഡർ ബുക്ക് കണ്ടിട്ട് നിങ്ങൾ ഒരു കമ്പനിയിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള ഒരു ഗ്യാരണ്ടി അല്ല, എസ്പെഷ്യലി അതൊരു PSU കമ്പനി ആകുമ്പോഴത്തേക്കും. അതല്ലാതെ നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി എടുക്കുകയാണെങ്കിൽ പിന്നെ സഹിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിയുടെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, പ്രാജ് ഇൻഡസ്ട്രീസ്, പ്രാജിൻ്റെ ചാർട്ട് നിങ്ങൾ നോക്കുക. പ്രാജിൻ്റെ ചാർട്ടിൻ്റെ അകത്ത് സ്റ്റോക്ക് പ്രൈസ് ഏകദേശം 40 രൂപ റേഞ്ചിൽ നിന്ന് 400 രൂപ റേഞ്ച് വരെ ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊറോണ ക്രാഷിന് ശേഷം. ഓക്കെ, ആ സമയത്ത് കമ്പനിയുടെ ഓർഡർ ബുക്കാണ് കൂടിക്കൊണ്ടിരുന്നത്. ഓർഡർ ബുക്ക് കൂടിക്കൊണ്ടിരുന്നിട്ട് ആക്ച്വലി ഇവരുടെ ഓർഡർ ബുക്കിൻ്റെ എക്സിക്യൂഷൻ വന്നു തുടങ്ങിയ സമയത്ത് സ്റ്റോക്ക് പ്രൈസ് ആക്ച്വലി പീക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് 2021 പീക്ക് ചെയ്തതിന് ശേഷം ഇവർക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്നുണ്ട്, ഓർഡേഴ്സിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഷെയർ പ്രൈസ് 400 രൂപ ലെവലിൽ നിന്ന് 525 രൂപ വരെ മാത്രമേ വളർന്നിട്ടുള്ളൂ. അപ്പം ഓർഡർ ബുക്കിൻ്റെ എക്സിക്യൂഷൻ പ്രൈവറ്റ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ എന്താ പറയുക നോർമൽ പ്രൈവറ്റ് കമ്പനികളിലാണെങ്കിൽ അവിടെ എക്സിക്യൂഷൻ നടക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഷെയർ പ്രൈസിൻ്റെ അകത്ത് പെർഫോമൻസ് വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ബുക്കിൻ്റെ അകത്ത് ഗ്രോത്ത് വരുന്നതിന് ഓർഡർ ബുക്കിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷെയർ പ്രൈസ് പെർഫോം ചെയ്ത് കഴിയും. നെറ്റ് പ്രോഫിറ്റിലോട്ട് ഇത് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഇത് സൈഡ് വേസ് ആയിരിക്കും പോകുന്നത്. കാരണം ആദ്യമേ തന്നെ മാർക്കറ്റ് ഇതിനെല്ലാം തന്നെ ഫാക്ടർ ചെയ്ത് കഴിയുന്നതായിരിക്കും. ഇനി PSU കമ്പനികളിലാണെങ്കിൽ ഈ ഓർഡർ ബുക്ക് വരുമോ ഇല്ലേ എന്നുള്ളത് തന്നെ ഒരു എന്താ പറയുക ആർക്കും അറിഞ്ഞുകൂടാത്തൊരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. ഓർഡർ ബുക്കിൻ്റെ അകത്തുള്ള ഗ്രോത്ത് ഇനി ഈവൻ ദോ അത് സെയിൽസിൻ്റെ അകത്ത് വന്നാൽ പോലും അത് നെറ്റ് പ്രോഫിറ്റിൽ റിഫ്ലക്ട് ചെയ്യണമെന്ന് ഒരു രീതിയിലുള്ള നിർബന്ധം നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 2015 മുതലുള്ള അല്ലെങ്കിൽ 2014 മുതലുള്ള ഹിസ്റ്ററി നമ്മൾ BHEL കാണിച്ചായിരുന്നു. അപ്പോൾ ഈ BHEL നിങ്ങൾ ആ സമയത്തുള്ള തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കുക. ഏകദേശം 39,000 അല്ലെങ്കിൽ 40,000 കോടിയുടെ സെയിൽസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ആ 2019 ആയപ്പോഴത്തേക്ക് 30,000 കോടിയുടെ സെയിൽസ് കുറഞ്ഞാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേ കണക്കിന് മാർജിൻസിൽ നോക്കുകയാണെങ്കിൽ മാർജിൻസ് ഡിക്രീസ് ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ PSU കമ്പനികളിൽ ഓർഡർ ബുക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് 10 പൈസയുടെ ഗുണമില്ല അല്ലെങ്കിൽ എന്താ പറയുക അറിവില്ലെന്നാണ് പറയേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ PSU കമ്പനികൾ അവർ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എന്താ പറയുക അവർ റൺ ചെയ്യുന്നത് നാട്ടുകാർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല അവർ റൺ ചെയ്യുന്നത്. അവർ രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയിട്ടും രാജ്യത്തെ ഗവൺമെൻറ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടും രാജ്യത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ലാഭേച്ഛ ഇല്ലാതെ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് PSU കമ്പനികൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ രാജ്യത്തെ ഒരു ഇൻവെസ്റ്ററിന് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇങ്ങനെയാണ് PSU കമ്പനികൾ വർക്ക് ചെയ്യുന്നത്. PSU കമ്പനികളിൽ ഒരു കൃത്യമായിട്ടൊരു ഹെഡ് ഉണ്ടായിരിക്കത്തില്ല, ഒരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കത്തില്ല. ഇവരൊക്കെ ഇത്ര വർഷം കൂടുമ്പോഴത്തേക്ക് മാറി പൊയ്ക്കൊണ്ടിരിക്കും. ഒരു കൃത്യമായിട്ടുള്ള വിഷനുള്ള ഒരാളും തന്നെ അതിൻ്റെ ടോപ്പിൽ ഉണ്ടായിരിക്കുന്നതല്ല. മാത്രമല്ല ഏതെങ്കിലുമൊക്കെ പൊളിറ്റീഷ്യൻസിൻ്റെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവർ പറയുന്ന സ്ഥലത്തോട്ട് ഓർഡറുകൾ കൊടുക്കുക, അവർ ഫേവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബിഗ്ഗിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഒരുപാട് കറക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങളുടെ നാട്ടിൽ തന്നെ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു കമ്പനി ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോൺട്രാക്ട് എടുത്തതിന് ശേഷം അവർക്ക് അതിൻ്റെ ഒരു ബില്ല് പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് എത്രമാത്രം ഇതിൻ്റെ പിറകെ കിടന്ന് ഓടണമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ഓപ്പറേഷൻസിൽ നിൽക്കുന്ന കമ്പനീസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആ രീതിയിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള റിസ്ക് നമ്മളുണ്ട്. ഒന്ന് B2C എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെ അല്ലെങ്കിൽ ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് തന്നെ ഇത്തിരി റിസ്കി ആയിട്ടുള്ള സെഗ്മെൻറ്റാണ്. അവിടെയാണ് നിങ്ങൾ PSU കമ്പനികൾ അതായത് അതിൻ്റെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആയിട്ടുള്ള കമ്പനികളെ കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ അകത്തുള്ള പെർഫോമൻസുകൾ എന്ന് പറയുന്നത് ഓർഡർ ബുക്ക് വെച്ചുള്ള പെർഫോമൻസ് നിങ്ങൾ ഒരു രീതിയിൽ നോക്കരുത്. അത് ഒരു രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. അത് പ്രോഫിറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ വന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത് എന്ന് വരും ഓർഡർ ബുക്ക് എന്ന് പറയുന്ന സാധനം ഓർഡർ കിട്ടി ഇതെന്ന് എക്സിക്യൂട്ട് ആവും ആർക്കറിയാം. ഇതൊന്നും തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല. ഇനി ഇതേ കണക്ക് തന്നെ നമുക്ക് കമൻറ്റിൽ വന്നിട്ടുള്ള മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വയറീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ അതേ കണക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൂടുന്നതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ബോണസ് ഇഷ്യൂ കാരണമാണ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൂടിയത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് വന്നുകൊണ്ടാണ് കൂടിയത്, ഇതൊക്കെ നോക്കണ്ടേ എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് പറയാനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിയുടെ 2 ഷെയർ ഹോൾഡേഴ്സേ ഉള്ളൂ. 2 ഷെയർ ഹോൾഡേഴ്സ് ഉള്ളൂ. എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയുകയാണ്. 2 ഷെയർ ഹോൾഡേഴ്സേ ഉള്ളൂ. ഒരാളുടെ കയ്യിൽ ഒരു 1000 ഷെയർ ഉണ്ട്, മറ്റേ ആളുടെ കയ്യിൽ 2 ഷെയറും ഉണ്ട്. അപ്പം 2 ഷെയർ ഹോൾഡേഴ്സ്, അതേ സമയത്ത് നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 1002 നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഈ കമ്പനിക്കകത്ത് ഒരു സ്പ്ലിറ്റോ ബോണസോ നടക്കുകയാണ്. ഇവരുടെ കയ്യിലുള്ള ഷെയർസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇരട്ടിയാവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 1000 ഷെയർസ് ഉള്ള ആളുടെ കയ്യിൽ 2000 ഷെയർസ് ഉണ്ടായി. അതേ കണക്ക് തന്നെ 2 ഷെയർസ് ഉണ്ടായിരുന്ന ആളുടെ കയ്യിൽ 4 ഷെയർസ് ഉണ്ടായി.
പക്ഷേ അവിടെയും നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ. അത് എപ്പം കൂടും? അത് കൂടുന്നത് എപ്പോഴും മാത്രമായിരിക്കും ഈ 1000 ഷെയർ ഹോൾഡറുള്ള ആൾ അയാളുടെ ഷെയർ മാർക്കറ്റിനകത്തോട്ട് ഓഫ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അത്രയും 1000 ഷെയർസ് ഒരുമിച്ച് മേടിക്കാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ വന്ന് തുപുറിച്ച് മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൂടി വരും. നമ്മളിവിടെ പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് അല്ല, നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ് പറയുന്നത്. ഇനി അതേ കണക്ക് തന്നെ വന്ന മറ്റൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നതിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവല്ലേ? അല്ല, അവരല്ലേ യഥാർത്ഥത്തിൽ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡർ നമ്മൾ നോക്കാൻ നേരത്ത് അതിൽ വലിയ വ്യത്യാസമൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പബ്ലിക് എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ അകത്ത് തന്നെയാണ് ബിഗ്ഗീസും അക്യുമുലേറ്റ് ചെയ്യുന്നത്. അവരുടെ ഷെയർ ഹോൾഡർ ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ 1% എബോ ഷെയർസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താ പറയുക, അവരുടെ പേര് വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ അകത്ത് കിട്ടത്തുള്ളൂ. 1% താഴെ വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഷെയർ ഹോൾഡേഴ്സ് അതിനെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മൾട്ടിപ്പിൾ അക്കൗണ്ടുകളിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇനി അതല്ലെങ്കിൽ തന്നെ എന്താ പറയുക, അവരവരുടെ ഫാമിലി അല്ലെങ്കിൽ മറ്റ് ബിനാമികളിൽ നിന്ന് അക്യുമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അവർ 1% കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലാത്ത ടൈപ്പ് ആൾക്കാരായിരിക്കാം. അവിടെ എല്ലാം തന്നെ ബിഗ്ഗീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ രീതിയിലും അവർ അക്യുമുലേറ്റ് ചെയ്യാറുണ്ട്. ബാക്കി FII DII പ്രൊമോട്ടർ ഈ 3 ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ ഈ 3 ക്ലാസിഫിക്കേഷനിൽ വരുന്ന ആൾക്കാരെല്ലാം നമുക്ക് ഡീസൻ്റ് ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ യഥാർത്ഥ ബിഗ്ഗി ഇപ്പം ഒരു എന്താ പറയുക, ഒരു ഫണ്ട് മാനേജർ, ഒരു ഇൻവെസ്റ്റർ, അവരൊക്കെ തന്നെ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ഇത് 1% മേളിലൊന്നും പോകാതെ തന്നെ അവർ അക്യുമുലേഷൻ നടത്താറുണ്ട്. ആ രീതിയിൽ അക്യുമുലേഷൻ നടത്താൻ നേരത്ത് അത് ഈ പബ്ലിക് എന്ന് പറയുന്ന ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ അകത്ത് തന്നെയാണ് അതിൻ്റെ അക്യുമുലേഷൻ നിൽക്കുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സിന് മാർക്കറ്റിൻ്റെ അകത്ത് ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ദൈനംദിനമായിട്ട് ട്രേഡ് ചെയ്യാനുള്ള ലിക്വിഡിറ്റിയിലാണ് കുറവ് വരുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഭയങ്കര അധികം ഡിമാൻഡ് വരുമ്പോഴത്തേക്കും ഷെയർ പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നിങ്ങൾ പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ മാത്രം നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നമുക്ക് മൊത്തത്തിൽ മാത്രമേ എല്ലാം നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഷെയർ മാർക്കറ്റിൻ്റെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ഒരു കമ്പനീനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെ പറ്റിയിട്ടും ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടും ഒന്നും തന്നെ നമുക്ക് ഒരു ഡിസിഷൻ പറയാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 90% കാര്യങ്ങൾ മാത്രം അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ അകത്ത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ക്വയറി എന്ന് പറയുന്നത്, നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് 100-to-1 സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതേ കണക്കിന് നമ്മൾ PSC കമ്പനികളെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. PSC കമ്പനികളെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് ഉറപ്പായിട്ടും കണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ആ പെന്നി സ്റ്റോക്കുകളെ പറ്റിയിട്ടുള്ള വീഡിയോയ്ക്കകത്ത് ഒരുപാട് ആൾക്കാർ എന്താ പറയുക 5 രൂപയ്ക്കും 10 രൂപയ്ക്കുള്ള പെന്നി സ്റ്റോക്കുകളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ വീഡിയോ ഒന്ന് മൊത്തം കാണുകയാണെങ്കിൽ അവർക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാന്നുള്ളൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഉത്തരം ആ വീഡിയോ മൊത്തം കണ്ടിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ എനിവേ അവർ അൺഫോർച്യുനേറ്റ്ലി അത് കാണാതെയാണെന്ന് തോന്നുന്നു വന്ന് ചോദിക്കുന്നത്. നമുക്ക് അത് വിടാം. നമ്മളിവിടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈപ്പിലുള്ള സ്റ്റോക്കുകൾ എടുക്കാൻ നേരത്ത് നമ്മൾ ആ സ്റ്റോക്കുകൾ പറഞ്ഞേക്കുന്നത് 26 വർഷമൊക്കെ നീളുന്ന ലോങ് ടൈമിലത്തേക്കാണ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റോക്കുകൾ എടുക്കാൻ നേരത്ത് മാർക്കറ്റിൻ്റെ അകത്ത് വരുന്ന ബുൾ ഫേസും ബെയർ ഫേസും പോലെയുള്ള സൈക്കിളുകളെ അത് അഫക്റ്റ് ചെയ്യത്തില്ലേ? അപ്പോൾ അങ്ങനെ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി അതിൻ്റെ അകത്ത് പിന്നെ എക്സിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ബെയർ ഫേസിൻ്റെ അകത്ത് നമ്മൾ ഹോൾഡ് ചെയ്യണോ എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത്, അവിടെ നമ്മൾ പ്ലേ ചെയ്യുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മാർക്കറ്റ് സൈക്കിളുകളൊന്നും തന്നെ നമ്മൾ ബോദർ ചെയ്യുന്നില്ല. മാർക്കറ്റ് താഴോട്ട് വരുന്നോ ഇല്ലയോ എന്നൊന്നും തന്നെ നമ്മൾ ബോദർ ചെയ്യുന്നില്ല. നമ്മൾ ആ കമ്പനിയുടെ ലോങ് ടൈം ഗ്രോത്ത് മാത്രമേ ബോദർ ചെയ്യുന്നുള്ളൂ. ആൻഡ് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഒരു 90% കമ്പനികളും ഇടിഞ്ഞു പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. 10% കമ്പനീസ് മാത്രമേ വളരെ ലോങ് ടൈമിൽ സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന കമ്പനീസ് വളരെ ചെറിയ ലെവലിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ അകത്ത് ആ 10% മാത്രം സസ്റ്റെയിൻ ചെയ്താൽ മതി. ആ 10%-നകത്ത് കിട്ടുന്ന വെൽത്ത് മാത്രം മതി നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോർട്ട്ഫോളിയോ റൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആ രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. ആ പോർട്ട്ഫോളിയോയുടെ കോൺസെപ്റ്റിൽ നിങ്ങൾ ചിന്തിക്കാൻ നേരത്ത് ഈ രീതിയിലുള്ള മാർക്കറ്റ് സൈക്കിളുകളെ പറ്റിയിട്ട് നമ്മൾ ഒരുപാഡ് ബോധർ ചെയ്യേണ്ട കാര്യമല്ല. ഇനി അതേ കണക്ക് തന്നെ വേറൊരു വന്നൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺസ് പറയാൻ നേരത്ത് അതിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് 200-day മൂവിങ് ആവറേജിൻ്റെ ഡബിളിന് മേലിൽ ഷെയർ പ്രൈസ് എത്തുമ്പോഴത്തേക്കും വിൽക്കുന്ന ഒരു പാറ്റേണിനെ പറ്റിയിട്ട് പലപ്പോഴായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ വരാൻ നേരത്ത് നമ്മൾ എല്ലാ സ്റ്റോക്കും വിൽക്കണമെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റോക്കും വിൽക്കേണ്ടതില്ല. നമ്മൾ അതിൻ്റെ ബേസ് കൗണ്ടോടെ നോക്കുക. ബേസ് കൗണ്ട് ഒരു 3rd-ന് മേലിലോട്ട് പോയി കഴിയുമ്പോൾ മാത്രമേ റിസ്ക് വരത്തുള്ളൂ. അപ്പോൾ 3rd-ന് മേലിലോട്ട് ബേസ് കൗണ്ട് എത്തുമ്പോൾ മാത്രം നമ്മൾ ആ സ്റ്റോക്കുകളെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്താൽ മതിയാവും. അത് എത്ര കണ്ട് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ ഫേമസ് ആവുന്നു, അല്ലെങ്കിൽ എത്രയാണ് അവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്, അവരുടെ മൊമെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ സമയത്ത് ഡിസിഷൻ എടുത്താൽ മതിയാവും. ആൻഡ് നമ്മൾ ഹൗ ടു
സെൽ സ്റ്റോക്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പാറ്റേൺ അല്ലാതെ മറ്റ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണിൽ ഏതൊക്കെ ഉണ്ടെന്ന് കൂടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കൂടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കോറിലേറ്റ് ചെയ്ത് വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി അതേ കണക്കിന് ലാസ്റ്റ് ഒരു കാര്യം കൂടെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പം ബെയർ മാർക്കറ്റിൽ നമ്മൾ എല്ലാ സ്റ്റോക്കുകളും എക്സിറ്റ് ചെയ്യണോ? അങ്ങനെ ബെയർ മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്കുകളും എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നമ്മളെ കമൻറ്റുകൾ കൂടുതൽ അങ്ങനെയുള്ള ക്വയറീസ് വരാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ടൈപ്പ് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ ഏത് ടൈപ്പിലുള്ള ഒരു സ്റ്റോക്കാണ് ഹോൾഡ് ചെയ്യുന്നത്, ആ സ്റ്റോക്കിൽ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ SIP ആണ് ചെയ്യുന്നതെങ്കിൽ SIPക്കകത്ത് നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകളല്ലായിരിക്കും. അവിടെ നിങ്ങൾ എടുക്കുന്നത് ഡീസൻറ്റ് ഗ്രോത്ത്, വളരെ ലോങ് ആയിട്ടുള്ള ലോഞ്ചിവിറ്റി ഉള്ള ടൈപ്പ് ബിസിനസ്സുകളായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ ലോഞ്ചിവിറ്റിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ലോഞ്ചിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് വരാൻ നേരത്ത് നമ്മളവിടെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി ലോങ് ടൈമിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം മതി. അല്ലാതെ അത് 25-30% ഗ്രോത്ത് ഒന്നും എല്ലാ പ്രാവശ്യവും കൊണ്ടുവരണമെന്ന് ഒരു രീതിയിലുള്ള നിർബന്ധവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഇതേ കണക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക എക്സിറ്റുകൾ എടുക്കും. ബെയർ മാർക്കറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവിടെ SIPയിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴോട്ട് പോകുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇടിയുന്നതിൻ്റെ കൂടെ ആ സ്റ്റോക്ക് കൂടെ ഇടിഞ്ഞ് താഴോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ SIP സ്റ്റോക്കുകളിൽ അത് ബാധകമല്ലെന്ന് നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രോത്ത് ഇൻവെസ്റ്റർ ആണെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഗ്രോത്ത് ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകൾ പ്ലസ് നമ്മൾ എന്താ പറയുക ഹൈലി കോൺസെൻട്രേറ്റഡും ആയിരിക്കും. പിന്നെ മാത്രമല്ല ഈ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗിൻ്റെ അകത്ത് വരുന്ന സ്റ്റോക്കുകൾക്ക് PEയും വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വാല്യൂഷൻ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി തന്നെ വരും. കാരണം ഒന്നാമത് ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റിംഗിൻ്റെ അകത്ത് നിൽക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാൻ നേരത്തോ അല്ലെങ്കിൽ ആ സൈക്കിൾ പീക്ക് ചെയ്യാൻ നേരത്തോ അത് 50-80% ഇടിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് മാർക്കറ്റ് സൈക്കിളിൽ ഈ സെക്ടർ ആയിരിക്കില്ല പെർഫോം ചെയ്യാൻ പോകുന്നത്, വേറെ സെക്ടർ ആയിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്. ഈ പർട്ടിക്കുലർ കമ്പനിയുടെ ലോഞ്ചിവിറ്റി നമുക്ക് അത്ര ഉണ്ട് ഒരു എന്താ പറയുക ഉറപ്പുള്ള ഒരു സംഭവമൊന്നുമല്ല. മറ്റ് SIP ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഹൈ ലോഞ്ചിവിറ്റിയുള്ള ബിസിനസ് ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഗ്രോത്ത് ഇൻവെസ്റ്റിനകത്ത് അത്ര കണ്ട് ലോഞ്ചിവിറ്റി ഒന്നും നമുക്ക് വേണമെന്നില്ല. അടുത്തൊരു 1 മുതൽ 3 വർഷത്തിൻ്റെ അകത്ത് വരെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ കിട്ടിയാൽ മതിയാവും നമുക്ക് ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ അവിടെയും നിങ്ങൾ എക്സിറ്റ് എടുക്കേണ്ട കാര്യമില്ല. കാരണം ആ സമയത്ത് നിങ്ങളൊരു സ്റ്റോക്ക് ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന നേരത്ത് നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ അതിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ ആ സ്റ്റോക്കിൻ്റെ അകത്ത് അക്യുമുലേഷൻസ് കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വാല്യൂ ഇൻവെസ്റ്റേഴ്സും ഇതിൻ്റെ അകത്ത് എക്സിറ്റ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും സ്റ്റോക്ക് റിലേറ്റഡോ മാർക്കറ്റ് റിലേറ്റഡോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് എല്ലാ കമൻറ്റുകൾക്കുള്ള മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, കുറച്ചധികം കമൻറ്റുകൾക്ക് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. നാളേക്കകത്ത് എല്ലാവർക്കുള്ള മറുപടി തരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല ഞാൻ ഇനി നാട്ടിലോട്ട് പോവുകയാണ്. നാളെ മുതൽ ഞാൻ ആക്ച്വലി നാട്ടിലോട്ട് ട്രെയിൻ കയറുകയാണ്. 1 മാസം നാട്ടിലായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഡിസ്കണ്ടിന്യൂറ്റി വരുന്നതായിരിക്കും. ഏകദേശം കുറച്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ അങ്ങനെ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പുകൾ വരികയാണെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല നമ്മൾ അതൊക്കെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് വഴിയിട്ട് എല്ലാം നിങ്ങളെ അറിയിക്കുന്നതുകൂടെ ആയിരിക്കും. ഓക്കെ, എനിവേ ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.